കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിനുള്ള കേന്ദ്ര ഫണ്ട് കുടിശ്ശിക 7 ദിവസത്തിനുള്ളിൽ നൽകിയില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നാണ് അന്ത്യശാസനം. കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ദില്ലിയിൽ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മമതാ ബാനർജിയുടെ സമരാഹ്വാനം. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ അനാവശ്യമായി തടഞ്ഞുവെക്കുകയാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ബംഗാളിന് ലഭിക്കാനുള്ള കേന്ദ്ര ഫണ്ട് കുടിശ്ശിക 7 ദിവസത്തിനകം നൽകണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും മമത പ്രഖ്യാപിച്ചു. എവിടെയാണ് സമരമെന്നത് വ്യക്തമാക്കിയിട്ടില്ല. വിവിധ പദ്ധതികളിലായി 18,000 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിന്ന് 9,000 കോടി, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 6,000 കോടി, NHMൽ നിന്ന് 830 കോടി, ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള 175 കോടി തുടങ്ങി നിരവധി പദ്ധതികളുടെ കണക്കുകൾ ബംഗാൾ സർക്കാർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ടുകൾ നൽകുന്നില്ലെന്ന് ഏറെ നാളുകളായി തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഉള്ളതിനാലാണ് പണം നൽകാത്തതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ ഡിസംബറിൽ മമതാ ബാനർജി ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. ബംഗാളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും ദില്ലിയിലെത്തി ക്രമക്കേട് ആരോപണത്തിന് വിശദീകരണവും നൽകിയിരുന്നു. സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിഷയത്തിൽ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.